എല്ലാവർക്കും ഹോസ്പിറ്റൽസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് കാണിക്കുന്നത് കട്ട് പീസിൻ്റെ കളക്ഷൻസ് ആണ്. 1 മീറ്ററിൻ്റെയും 2 മീറ്ററിൻ്റെയും ഇടയിൽ വരുന്ന കട്ട് പീസുകളും അതുപോലെ തന്നെ ഒരു സെറ്റ് വൈസ് ആയിട്ടുള്ള കുറച്ച് കട്ട് പീസുകളാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. നമുക്ക് കളക്ഷൻസ് ഓരോന്നായിട്ട് കാണാം. ആദ്യം കാണിക്കുന്നത് 1 മീറ്ററിൻ്റെയും 2 മീറ്ററിൻ്റെയും ഇടയിലുള്ള കട്ട് പീസുകളാണ്. മീറ്ററും റേറ്റും എല്ലാം ഓരോ മെറ്റീരിയലും കാണിക്കുമ്പോൾ കറക്റ്റായിട്ട് സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് നോക്കിയിട്ട് വേണം മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യാനായിട്ട്. 1.5 മീറ്റർ അതുപോലെ തന്നെ 1.25 മീറ്ററൊക്കെ വരുന്ന കട്ട് പീസുകൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. നിങ്ങൾക്കത് ഷോർട്ട് ടോപ്പ് ചെയ്യാനും ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യാനും ചെറിയ കുട്ടികൾക്ക് ഫ്രോക്ക് ചെയ്യാനൊക്കെ യൂസ് ചെയ്യാവുന്നതാണ്. സ്റ്റിച്ചിങ് പഠിക്കുന്നവർക്ക് വളരെ യൂസ്ഫുള്ളായിട്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ ആരും മിസ്സാക്കണ്ട. മെറ്റീരിയൽസ് വേണ്ടവർ എത്രയും പെട്ടെന്ന് വാട്സപ്പ് ത്രൂ ഓർഡേഴ്സ് പ്ലേസ് ചെയ്യുക. കട്ട് പീസ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ സോൾഡ് ഔട്ട് ആയി പോകാനുള്ള ചാൻസ് ഉണ്ട്. സിംഗിളായിട്ടുള്ള പീസുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ വേണമെന്നുള്ളവർ പെട്ടെന്ന് വാട്സപ്പ് ത്രൂ ഓർഡേഴ്സ് പ്ലേസ് ചെയ്തോളൂ. അതുപോലെ തന്നെ അവൈലബിലിറ്റി ചെക്ക് ചെയ്തിട്ട് പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് അയച്ച് തരുമ്പോൾ എത്രയും പെട്ടെന്ന് പേയ്മെൻറ്റ് ചെയ്തോളൂ. നമ്മളൊരു മാക്സിമം 5 മിനിറ്റ്സ് ആണ് നമ്മൾ പേയ്മെൻറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുക. അതിന് ശേഷം നമ്മൾ അടുത്ത കസ്റ്റമർക്ക് ആ ഒരു പീസ് കൊടുക്കുന്നതാണ് പേയ്മെൻറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ. അപ്പോൾ എല്ലാവരും പെട്ടെന്ന് തന്നെ പേയ്മെൻറ്റ് ചെയ്തോളൂ, ഓർഡേഴ്സ് കൺഫേം ചെയ്തോളൂ. അതുപോലെ ഇന്ന് കാണിക്കുന്ന എല്ലാ മെറ്റീരിയൽസിനും കട്ട് പീസുകൾക്കെല്ലാം തന്നെ ഷിപ്പിംഗ് ചാർജ് എക്സ്ട്രാ ആയിരിക്കും. പോസ്റ്റിലാണെങ്കിലും DTDC ആണെങ്കിലും ഷിപ്പിംഗ് ചാർജ് എല്ലാം തന്നെ എക്സ്ട്രാ ആയിരിക്കും. കട്ട് പീസിൻ്റെയൊക്കെ വീഡിയോ ചെയ്യുമ്പോൾ ഒത്തിരിയധികം മെസ്സേജുകൾ വരാറുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ചധികം സമയം ആവശ്യമാണ് ഓരോരുത്തരുടെയും മെസ്സേജുകൾക്ക് നോക്കി റിപ്ലൈ കൊടുക്കാനായിട്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും മാക്സിമം നമ്മളെ സപ്പോർട്ട് ചെയ്യണം ഈ ഒരു കാര്യത്തിൽ. ആരും തന്നെ വാട്സപ്പ് കോളും ഡയറക്റ്റ് കോളും ചെയ്യാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിച്ചോളൂ. എല്ലാവരുടെയും മെസ്സേജുകൾക്ക് റിപ്ലൈ തരുന്നതാണ്. പക്ഷേ കട്ട് പീസ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് സോൾഡ് ഔട്ടായി പോവും. നമ്മൾ മെസ്സേജുകൾ നോക്കി വരുന്നത് വൈകുന്നത് കൊണ്ടല്ല സോൾഡ് ഔട്ട് ആവുന്നത്. കട്ട് പീസുകളൊക്കെ ഓരോ പീസാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ പെട്ടെന്ന് തന്നെ സോൾഡ് ഔട്ടായി പോവാറുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിച്ചോളൂ. കുറച്ച് സമയം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് പീസുകളെല്ലാം സോൾഡ് ഔട്ട് ആയിരിക്കും. ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണം കട്ട് പീസുകൾ പർച്ചേസ് ചെയ്യാനായിട്ട്. അപ്പോൾ സ്റ്റിച്ചിങ് ഒക്കെ പഠിക്കുന്നവർക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആണ്. ചെറിയ ചെറിയ ടോപ്പൊക്കെ ചെയ്യാൻ കുട്ടികൾക്കൊക്കെ നല്ല പീസുകൾ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. എല്ലാം തന്നെ കോട്ടണിലുള്ള മെറ്റീരിയൽസാണ്. ക്യാമ്രിക് കോട്ടണും കാന്ത കോട്ടണും ഒക്കെ വരുന്ന മെറ്റീരിയൽസാണ്. അതിൻ്റെ കട്ട് പീസുകളാണ് തൊഴിൽ കാണിക്കുന്നത്. അപ്പോൾ ആരും തന്നെ മിസ്സാക്കണ്ട. മെറ്റീരിയൽസ് വേണ്ടവർ എത്രയും പെട്ടെന്ന് ഓർഡേഴ്സ് പ്ലേസ് ചെയ്തോളൂ. ഇനി കാണിക്കുന്നത് ഒരേ ഡിസൈനിൽ അല്ലെങ്കിൽ നമുക്ക് കമ്പൈൻ ചെയ്യാൻ പോലത്തെ ഡിസൈൻസാണ്. ഇതിൽ നമുക്ക് 2 പീസുകളും 3 പീസുകളൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ ഇത് സെറ്റ് വൈസ് ആയിട്ടാണ് പർച്ചേസ് ചെയ്യേണ്ടത്. നിങ്ങൾക്ക് ഇത് കമ്പൈൻ ചെയ്തിട്ട് ഒരു ടോപ്പ് ചെയ്യാൻ പാകത്തിനുള്ള മീറ്റർ അവൈലബിൾ ആണ്. ഇതുപോലത്തെ അവൈലബിൾ ആയിട്ടുള്ള പീസുകൾ ഒത്തിരിയധികം ഷോപ്പിൽ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾ ഫോട്ടോസ് ചോദിക്കുകയാണെങ്കിൽ അതിൻ്റെ എല്ലാം ഫോട്ടോസ് അയച്ചു തരുന്നതാണ്. ഫോട്ടോസ് അയച്ചു തരുമ്പോൾ അതിൽ നിന്ന് പെട്ടെന്ന് തന്നെ മെറ്റീരിയൽസ് സെലക്ട് ചെയ്ത് നിങ്ങൾ ഓർഡേഴ്സ് പ്ലേസ് ചെയ്തോളൂ. ചിലപ്പോൾ നമ്മൾ കുറച്ചധികം പേർക്ക് ഫോട്ടോസ് അയച്ചു കൊടുക്കുന്നുണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ സോൾഡ് ഔട്ടായി പോകാനുള്ള ചാൻസ് കൂടുതലാണ്. ഈ കട്ട് പീസുകളൊക്കെ ചെയ്യുമ്പോൾ ആ ഒരു കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ടായിരിക്കും. അപ്പോൾ ഇതൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണം മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യാനായിട്ട്. ഇന്ന് കാണിക്കുന്ന എല്ലാ കട്ട് പീസുകളുടെയും റേറ്റും മെഷർമെൻറ്റ്സും നമ്മൾ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് നോക്കിയിട്ട് വേണം മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇന്നത്തെ കട്ട് പീസ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ. ഇനിയും ഒത്തിരിയധികം കളക്ഷൻസ് നമ്മൾ കൊണ്ടുവരുന്നുണ്ട്. നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം നമ്മളെ കമൻസിലൂടെ അറിയിക്കണം. നിങ്ങൾ തരുന്ന എല്ലാ സപ്പോർട്ടിനും ഒത്തിരി നന്ദി. തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് നമ്മുടെ വീഡിയോസിന് ഉണ്ടാവണം. അടുത്തൊരു വീഡിയോയിൽ ഒത്തിരിയധികം കളക്ഷൻസ് ആയിട്ട് വരാം. അതുവരേക്കും ബൈ.